ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓഡിറ്റിങ്ങിനകത്ത് വരുന്ന കുറച്ച് ടേംസുകളാണ്. എന്താണ് ഓഡിറ്റ് നോട്ട്ബുക്ക്, അതുപോലെ തന്നെ എന്താണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ, ഓഡിറ്റ് ഫയൽസ്, ഇങ്ങനെയുള്ള കുറച്ച് ടേംസ് കോൺസെപ്റ്റുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഏതാണെന്ന് നോക്കാം. ഓഡിറ്റ് നോട്ട്ബുക്ക് എന്താണ്? ഓഡിറ്റ് നോട്ട്ബുക്ക് എന്ന് പറയുമ്പോൾ ആൻ ഓഡിറ്റ് നോട്ട്ബുക്ക് ഈസ് എ ബുക്ക്, രജിസ്റ്റർ ഓർ ഡയറി മെയിൻറ്റൈൻഡ് ബൈ ദി ഓഡിറ്റ് ക്ലർക്ക് ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ഓഡിറ്റ് ഫോർ റെക്കോർഡിംഗ് ഹിസ് ഒബ്സർവേഷൻ of auditor, the points to be discussed with the auditor, the points which require further clarification. എന്താ പറഞ്ഞത്? ഓഡിറ്റ് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബുക്ക് ആകാം, അല്ലെങ്കിൽ ഒരു രജിസ്റ്റർ ആകാം, അല്ലെങ്കിൽ ഒരു ഡയറി ആകാം. ഇത് ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഓഡിറ്റ് ക്ലർക്കാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എപ്പോഴാണ്? അദ്ദേഹം നടത്തുന്ന ഓഡിറ്റ് വർക്കിന്റെ ഇടയിൽ അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബുക്ക്, രജിസ്റ്റർ അല്ലെങ്കിൽ ഡയറി ആണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാ? അദ്ദേഹം ആ ഓഡിറ്റ് വർക്കിൽ കണ്ടുപിടിച്ച കാര്യങ്ങൾ എഴുതി വെക്കാനും, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ ഓഡിറ്ററുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എഴുതി വെക്കാനും, പിന്നീട് എന്തെങ്കിലും ഫർദർ ക്ലാരിഫിക്കേഷൻ വേണ്ട പോയിന്റ് ഉണ്ടെങ്കിൽ അതൊക്കെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു ഡയറി, അതും അല്ലെങ്കിൽ ഒരു രജിസ്റ്ററിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഓഡിറ്റ് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ തന്നെ ഈ ക്ലാസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഒരു ലെക്ചർ നോട്ട് എഴുതാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് എടുത്ത് വെക്കുന്നില്ലേ? അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ ചിലപ്പം എഴുതി വെക്കാറില്ലേ? ഇതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഒരു ഓഡിറ്ററിന്റെ കീഴിൽ ഒരുപാട് ഓഡിറ്റ് സ്റ്റാഫ് ചിലപ്പോൾ ഉണ്ടാകാറുണ്ട് അല്ലേ? ആ സ്റ്റാഫുകൾ എന്ത് ചെയ്യും? ആ ഓഡിറ്റ് വർക്കിന്റെ ഇടയിൽ എന്ത് ചെയ്യാറുണ്ട്? അവരുടെ ഒബ്സർവേഷൻസും അതുപോലെ തന്നെ അതിന് ഓഡിറ്റർ നൽകിയ ഡിസ്കഷനും അല്ലെങ്കിൽ ഓഡിറ്ററുമായിട്ടുള്ള ഡിസ്കഷനും, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഫർദർ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളും ഒക്കെ പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഡിറ്റ് ക്ലർക്ക് തയ്യാറാക്കുന്ന ഒരു രജിസ്റ്റർ അല്ലെങ്കിൽ ബുക്ക് അല്ലെങ്കിൽ ഡയറി, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഓഡിറ്റ് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞത്. An exhaustive record of enquiries made, replies received thereto, etc. are entered in the audit notebook. അതായത് ഈ ബുക്കിനകത്ത് നമുക്ക് എന്തൊക്കെ റെക്കോർഡ് ചെയ്യാം? എന്തൊക്കെ എൻക്വയറീസ് ആണ് ആ ഒരു ഓഡിറ്റ് ക്ലർക്ക് നടത്തിയത്, അതിന് എന്തൊക്കെ റിപ്ലൈസ് ആണ് ആ ഓഡിറ്റ് ക്ലർക്കിന് കിട്ടിയത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എവിടെ റെക്കോർഡ് ചെയ്യാവുന്നതാണ്? ഒരു ഓഡിറ്റ് നോട്ട്ബുക്കിൽ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഡെഫിനിറ്റ് റെക്കോർഡ് ഓഫ് വർക്ക് പെർഫോംഡ് അറ്റ് ഈച്ച് ഓഡിറ്റ്. എന്താണ് ഇത്? എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ഓരോ ഓഡിറ്റിലും പെർഫോം ചെയ്ത വർക്കിനെ പറ്റിയിട്ടുള്ളൊരു റെക്കോർഡായിട്ട് നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ പറ്റും. കാരണം ആ ഒരു ഓഡിറ്റിൽ അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻസും അതുപോലെ അദ്ദേഹത്തിന്റെ ഡിസ്കഷനുമായിട്ട് അദ്ദേഹം ഡിസ്കസ് ചെയ്ത പോയിന്റും, അതുപോലെ എന്താണ് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ആ പോയിന്റും, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തതുകൊണ്ട് എന്താണ് ആ ഓരോ ഓഡിറ്റ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വർക്ക് പെർഫോംഡിന്റെ ഒരു റെക്കോർഡാണ് ഏതെന്ന് പറയാവുന്നത്? ഓഡിറ്റ് നോട്ട്ബുക്ക് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഒരു ഓഡിറ്റ് നോട്ട്ബുക്കിൽ ഉള്ള കണ്ടന്റ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ആൻ ഓഡിറ്റ് നോട്ട്ബുക്ക് യൂഷ്വലി കണ്ടെയ്ൻ 2 പാർട്സ്. എന്താണ്? ഒരു ഓഡിറ്റ് നോട്ട്ബുക്കിന് സാധാരണ രീതിയിൽ 2 പാർട്ടുകളാണുള്ളത്. ഫോർ കീപ്പിംഗ് എ റെക്കോർഡ് ഓഫ് ജനറൽ ഇൻഫർമേഷൻ ആസ് റിഗാർഡ് ദി ഓഡിറ്റ് ആസ് എ ഹോൾ. അതായത് ആ ഓഡിറ്റിനകത്ത് അല്ലെങ്കിൽ ആ ഓഡിറ്റ് വർക്ക് ഫുൾ നടക്കുന്നതിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ജനറൽ ഇൻഫർമേഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാർട്ടും, അതുപോലെ തന്നെ എന്താണ് സ്പെഷ്യൽ പോയിന്റ് ഫോർ റെക്കോർഡിംഗ് സ്പെഷ്യൽ പോയിന്റ്സ് വിച്ച് ദ ഓഡിറ്റ് സ്റ്റാഫ് മേ കം അക്രോസ് ഡ്യൂറിംഗ് ദി കോഴ്സ് ഓഫ് ഓഡിറ്റ്. അപ്പൊ 2 പാർട്ടാണ് എന്തിനുള്ളത്? ഓഡിറ്റ് നോട്ട്ബുക്കിന്റെ കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ജനറൽ ഇൻഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാർട്ടും സ്പെഷ്യൽ പോയിന്റുകൾ അടങ്ങുന്ന മറ്റൊരു പാർട്ടും. ജനറൽ ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓഡിറ്റിനകത്ത് ഫുൾ ഓഡിറ്റ് വർക്കിനകത്ത് എന്തൊക്കെയാണ് ജനറൽ ആയിട്ട് വരുന്ന ഇൻഫർമേഷൻ, അതാണ് വരുന്നത്. പിന്നീട് സ്പെഷ്യൽ പാർട്ടിൽ എക്സ്ട്രാ ആയിട്ട് നമ്മുടെ ഓഡിറ്റ് സ്റ്റാഫ് ആ ഒരു ഓഡിറ്റ് കോഴ്സിനകത്ത് നടത്തുന്ന സ്പെഷ്യൽ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാനാണ് എന്ത് വരുന്നത്? 2ാമത്തെ പാർട്ടായിട്ടുള്ള സ്പെഷ്യൽ പോയിന്റ് വരുന്നത്. ഇനി നമുക്ക് ഓരോ പാർട്ടിലും എന്തൊക്കെയാണ് വരുന്നത് എന്നറിയണം. ജനറൽ ഇൻഫർമേഷനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? നെയിം ഓഫ് ദി ക്ലയന്റ് ആൻഡ് ഓഡിറ്റ് ഇയർ. അതായത് ഏത് ക്ലയന്റിന്റെ ബിസിനസിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട് ആണ് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നത്, ആ ക്ലയന്റിന്റെ പേരും അതുപോലെ തന്നെ ഓഡിറ്റ് ഇയറുമാണ് നമ്മൾ ആദ്യം രേഖപ്പെടുത്തേണ്ടത്. 2ാമതായിട്ട് പറയുന്നത് നേച്ചർ ഓഫ് ദി ബിസിനസ് ക്യാരിഡ് ഓൺ. അതായത് ചിലപ്പോൾ ട്രേഡിംഗ് ബിസിനസ് ആകാം, മാനുഫാക്ചറിംഗ് ബിസിനസ് ആകാം, സർവീസ് ആകാം, ഫിനാൻസ് ആകാം. അപ്പൊ
എന്താണോ നമ്മുടെ ബിസിനസിന്റെ നേച്ചർ, ആ ഒരു ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യുന്ന ക്ലയന്റിന്റെ ബിസിനസിന്റെ നേച്ചർ എന്താണ്, അതുപോലെ തന്നെ ആൻഡ് ദ ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് റിലേറ്റിംഗ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി ബിസിനസ് ആൻഡ് അതർ ലീഗൽ ഡോക്യുമെന്റ്. എന്താണ് നമ്മുടെ നേച്ചർ ഓഫ് ബിസിനസ് എന്താണ്, അതുപോലെ തന്നെ അവിടെ ഉപയോഗിച്ച അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്, അതുപോലെ ലീഗൽ ഡോക്യുമെന്റ്, ഇതൊക്കെയാണ് ഇവിടെ വരുന്നത് രണ്ടാമതായിട്ട് നമ്മുടെ ജനറൽ ഇൻഫർമേഷനിൽ വരുന്ന നേച്ചർ ഓഫ് ബിസിനസ്സിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ, ടെക്നിക്കൽ ഡീറ്റെയിൽസ് അബൌട്ട് ദി ബിസിനസ്. നമ്മുടെ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന, അതായത് ക്ലയന്റിന്റെ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ടെക്നിക്കൽ ഡീറ്റെയിൽസ് എവിടെ ഉൾപ്പെടുത്തണം, ജനറൽ ഇൻഫർമേഷനിൽ ഉൾപ്പെടുത്താം. നെക്സ്റ്റ് പറയുന്നത് എ ലിസ്റ്റ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻഡ്. ഏതൊക്കെ ബുക്സ് ഓഫ് അക്കൗണ്ട് ആണ് ഈ ഒരു കമ്പനി അല്ലെങ്കിൽ ഈ ഒരു ക്ലയന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് ആ ലിസ്റ്റുകൾ എവിടെ ഉൾപ്പെടുത്താം, ജനറൽ ഇൻഫർമേഷന്റെ പാർട്ടായിട്ട് ഉൾപ്പെടുത്താവുന്നതാണ്. അടുത്ത് പറയുന്നു പർട്ടിക്കുലേഴ്സ് ഓഫ് ദി അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ സിസ്റ്റം ആൻഡ് പോളിസീസ് ഫോളോവഡ്. എന്താണ് നമ്മുടെ ക്ലയന്റ് ഫോളോ ചെയ്യുന്ന, ഓഡിറ്ററിന്റെ ക്ലയന്റ് ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ സിസ്റ്റവും അതുപോലെ തന്നെ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ പോളിസീസും നമുക്ക് എവിടെ ഉൾപ്പെടുത്താം, ജനറൽ ഇൻഫർമേഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. നെക്സ്റ്റ് പറയുന്നു പർട്ടിക്കുലേഴ്സ് റിഗാർഡിംഗ് ദ ഇന്റേണൽ ചെക്ക് സിസ്റ്റം ഇൻ ഓപ്പറേഷൻ. നമ്മുടെ ബിസിനസിന്റെ, അതായത് ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യാൻ വന്ന ക്ലയന്റിന്റെ ബിസിനസിന്റെ ഇന്റേണൽ ചെക്ക് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പർട്ടിക്കുലേഴ്സ് നമുക്ക് എവിടെ മെയിൻറ്റെയിൻ ചെയ്യാം, ജനറൽ ഇൻഫർമേഷനിൽ മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ദ നെയിം ഓഫ് ദി പ്രിൻസിപ്പൽ ഓഫീസേഴ്സ്, ഹിസ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. നമ്മുടെ ഓഫീസിന്റെ അല്ലെങ്കിൽ ആ ഒരു ബിസിനസിന്റെ പ്രിൻസിപ്പൽ ഓഫീസറിന്റെ നെയിമും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും എവിടെ കാണിക്കാം, ജനറൽ ഇൻഫർമേഷനിൽ കാണിക്കാം. അതുപോലെ തന്നെ എ കോപ്പി ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം, ഓഡിറ്റ് പ്രോഗ്രാമിന്റെ ഒരു കോപ്പി നമുക്ക് ജനറൽ ഇൻഫർമേഷൻ ആയിട്ട് നൽകാവുന്നതാണ്. ഇനി നമുക്ക് സ്പെഷ്യൽ മാറ്റേഴ്സ്, നേരത്തെ പറഞ്ഞത് എന്താണ്, ജനറൽ ഇൻഫർമേഷൻ ആണ്. ഇനി വരുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, സ്പെഷ്യൽ മാറ്റേഴ്സ് ആണ്. എന്തൊക്കെയായിരിക്കാം സ്പെഷ്യൽ മാറ്റേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ, റൊട്ടീൻ ക്വറീസ് റിക്വയറിംഗ് ഫർദർ എക്സ്പ്ലനേഷൻ. എന്താണ്, നമുക്കിങ്ങനെ ആവർത്തിച്ച് വരുന്ന ക്വറീസ്, അതായത് വീണ്ടും നമുക്ക് എക്സ്പ്ലനേഷൻ ആവശ്യമായിട്ടുള്ള ഒരു ഓഡിറ്റർ സ്റ്റാഫിനോ ഓഡിറ്ററിനോ എക്സ്പ്ലനേഷൻ ആവശ്യമായിട്ട് വരുന്ന റൊട്ടീൻ ആയിട്ട് വരുന്ന ക്വറീസ് നമുക്ക് എവിടെ രേഖപ്പെടുത്താം, സ്പെഷ്യൽ മാറ്റർ ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. രണ്ടാമത് പറയുന്നത് മിസ്റ്റേക്ക് ആൻഡ് ഇറേഴ്സ് ഡിറ്റക്റ്റഡ്. ഈ ഓഡിറ്റർ സ്റ്റാഫ് കണ്ടുപിടിക്കുന്ന മിസ്റ്റേക്കും ഇറേഴ്സും ഒക്കെ നമുക്ക് സ്പെഷ്യൽ മാറ്റർ ആയിട്ട് നൽകാവുന്നതാണ്. ദെൻ 3 പറയുന്നു പർട്ടിക്കുലേഴ്സ് ഓഫ് മിസ്സിംഗ് റെസീപ്റ്റ് ആൻഡ് വൗച്ചേഴ്സ്. ഏതെങ്കിലുമൊക്കെ റെസീറ്റ് അല്ലെങ്കിൽ വൗച്ചേഴ്സ് നമ്മുടെ സോഴ്സ് ഡോക്യുമെന്റ് ബിസിനസ് മിസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്കത് ഓഡിറ്റ് ചെയ്യാൻ നേരത്ത് മനസ്സിലാവുമല്ലോ, ഈ ഒരു റെസീപ്റ്റ് കാണുന്നില്ല. അപ്പൊ ഇത്തരത്തിൽ കാണാതായ അല്ലെങ്കിൽ മിസ്സായിട്ടുള്ള വൗച്ചേഴ്സിന്റെയും റെസീപ്റ്റിന്റെയും ഒരു പർട്ടിക്കുലേഴ്സ് നമുക്ക് എവിടെ ഉൾപ്പെടുത്താം, സ്പെഷ്യൽ മാറ്റർ ആയിട്ട് ഉൾപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ ദ പോയിന്റ് ടു വിച്ച് ദ അറ്റൻഷൻ ഓഫ് ദി ഓഡിറ്റർ മസ്റ്റ് ഡ്രോൺ. അതായത് ഓഡിറ്റ് സ്റ്റാഫ് ആണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ, അപ്പോൾ ഓഡിറ്റ് സ്റ്റാഫ് പറയാണ് അല്ലെങ്കിൽ ഓഡിറ്റ് സ്റ്റാഫിന് തോന്നുവാണ് ഇന്നൊരു കാര്യം ഓഡിറ്ററിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം, അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കേണ്ട കാര്യമുണ്ട് എങ്കിൽ അത് ഓഡിറ്ററിനെ അറിയിക്കണം ഉണ്ട് അല്ലേ, അത് എവിടെ രേഖപ്പെടുത്താം, സ്പെഷ്യൽ മാറ്റർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത് പറയുന്നു എക്സ്ട്രാക്ട് ഫ്രം മിനിറ്റ്സ് ബുക്ക്, കോൺട്രാക്ട് ആൻഡ് അതർ കറസ്പോണ്ടന്റ് വിത്ത് വേരിയസ് ഗവൺമെന്റ് ഏജൻസീസ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഡെറ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് എക്സെട്ര. എന്താണ് നമ്മുടെ മിനിറ്റ്സ് ബുക്കിന്റെ ഒരു എക്സ്ട്രാക്ട്, അതുപോലെ തന്നെ നമ്മൾ കോൺട്രാക്റ്റിൽ എന്തെങ്കിലും ഏർപ്പെടുന്നുണ്ട് ഗവൺമെന്റുമായിട്ടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ടോ ഡെറ്റേഴ്സ് ആയിട്ടോ ക്രെഡിറ്റേഴ്സ് ആയിട്ടോ ഒക്കെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെയൊക്കെ ഒരു എക്സ്ട്രാക്ട് എവിടെ കാണിക്കാം, സ്പെഷ്യൽ മാറ്റർ ആയിട്ട് കാണിക്കാവുന്നതാണ്. പിന്നീട് പറയുന്നു ടോട്ടൽ ഓർ ബാലൻസസ് ഓഫ് ഇമ്പോർട്ടന്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്. എന്താണ് നമ്മുടെ ബിസിനസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുക്സ് ഓഫ് അക്കൗണ്ടിന്റെ ടോട്ടലും ബാലൻസും ഒക്കെ സ്പെഷ്യൽ മാറ്റർ ആയിട്ട് കാണിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ദ പോയിന്റ് ടു ബി ഇൻകോപ്പറേറ്റഡ് ഇൻ ദി ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് റിപ്പോർട്ടിൽ നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ്സുകൾ നമുക്ക് സ്പെഷ്യൽ മാറ്റർ ആയിട്ട് കാണിക്കാം. പിന്നീട് പറയുന്നു ഫ്യൂച്ചർ റെഫറൻസ്, അതായത് ഇമ്പോർട്ടന്റ് മാറ്റേഴ്സ് ഫോർ ഫ്യൂച്ചർ റെഫറൻസ്. നമുക്ക് ഭാവിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഇമ്പോർട്ടന്റ് മാറ്റർ ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അതും ഓഡിറ്റ് ക്ലയന്റിന് എവിടെ കൊടുക്കാം, സ്പെഷ്യൽ മാറ്റർ ആയിട്ട് എന്ത് കൊടുക്കാവുന്നതാണ്, ഇമ്പോർട്ടന്റ് മാറ്റേഴ്സ്. ദെൻ ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ആൻഡ് കംപ്ലീഷൻ ഓഫ് ഓഡിറ്റ്. നമ്മുടെ ഈ ഓഡിറ്റ് വർക്ക് തുടങ്ങി അവസാനിക്കുന്ന ദിവസം, ആ രണ്ടും നമുക്ക് കൊടുക്കാം. എന്നാണോ തുടങ്ങുന്നതെന്നും എന്നാണോ അവസാനിക്കുന്നത്, അതാണ് കമൻസ്മെന്റ് ആൻഡ് കംപ്ലീഷൻ ഓഫ് ഓഡിറ്റ് പറയുന്നത്. അപ്പൊ ആ ഡേറ്റ് നമുക്ക് സ്പെഷ്യൽ മാറ്റർ ആയിട്ട് മെൻഷൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ പോയിന്റ് ടു ബി കൺസിഡേർഡ് അറ്റ് ദി ടൈം ഓഫ് ചെക്കിംഗ് ഫൈനൽ അക്കൗണ്ട്. എന്താണ് ഫൈനൽ അക്കൗണ്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത്
എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് നമുക്ക് എവിടെ എഴുതി വെക്കാം? ഈ സ്പെഷ്യൽ മാറ്റർ ആയിട്ട് എഴുതി വെക്കാവുന്നതാണ്. അപ്പൊ ഇത്രയാണ് എന്തെന്ന് പറയുന്നത് ഓഡിറ്റ് നോട്ട്ബുക്കിന്റെ കണ്ടന്റ്. നമ്മൾ ജനറലും സ്പെഷ്യൽ മാറ്റേഴ്സും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്തൊക്കെയാണ് ഈ ഓഡിറ്റ് നോട്ട്ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഓഡിറ്റർക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് നോക്കാം. ഇറ്റ് ഹെൽപ് ദ ഓഡിറ്റർ ടു ഹാവ് എ റെക്കോർഡ് ഓഫ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് വിച്ച് അറൈസ് ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ഓഡിറ്റ്. നമ്മൾ പറഞ്ഞില്ലേ, ജനറലും അതുപോലെ തന്നെ സ്പെഷ്യൽ ഇൻഫർമേഷനും ആയിട്ട് നമ്മൾ എല്ലാ ഇമ്പോർട്ടൻറ്റ് പോയിന്റും അവിടെ എഴുതി വെക്കൂലേ. അത് ആർക്ക് ഹെൽപ്ഫുൾ ആണ്? നമ്മുടെ ഓഡിറ്റർക്ക് ഹെൽപ്ഫുൾ ആണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ഓഡിറ്റ് കോഴ്സിന്റെ ഇടയിൽ ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ കണ്ടുപിടിക്കാനുള്ളത്, അല്ലെങ്കിൽ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാനുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആർക്ക് കിട്ടുന്നു? ഓഡിറ്ററിന് കിട്ടുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും എന്താണ് റെക്കോർഡിക്കലി അയാൾക്ക് കിട്ടുന്നത് ഒരു വളരെ വലിയ ഹെൽപ്പാണ്. നെക്സ്റ്റ് വൺ പറയുന്നു, ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ ദി പ്രിപ്പറേഷൻ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. നമ്മുടെ ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നുണ്ട്? ഓഡിറ്ററിനെ സഹായിക്കുന്നുണ്ട്. കാരണം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് എന്നും എന്തൊക്കെയാണ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, എന്തൊക്കെയാണ് ക്വറീസ് ആയിട്ട് വന്നിട്ടുള്ളത്, എവിടേക്കാണ് മിസ്റ്റേക്ക് വന്നത്, ഇറേഴ്സ് വന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ വരികയാണ് അല്ലേ. അപ്പോൾ അതെന്താണ് ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ എന്താണ് അതൊരു ബേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ പ്രിപ്പറേഷൻ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ടിനെ എന്ത് സഹായിക്കുന്നു? ഓഡിറ്റ് നോട്ട്ബുക്ക് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ അസസിംഗ് ദ എഫിഷ്യൻസി, എബിലിറ്റി ആൻഡ് സിൻസിയറിറ്റി ഓഫ് ഓഡിറ്റ് സ്റ്റാഫ്. എന്താണ് നമ്മൾ പറഞ്ഞു, ഓരോ ഓഡിറ്റ് ക്ലയൻസ് അല്ലെങ്കിൽ സ്റ്റാഫ് ആണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഓരോ ഓഡിറ്റ് സ്റ്റാഫിന്റെയും എഫിഷ്യൻസി എത്രയാണ്, എബിലിറ്റി എന്താണ്, സിൻസിയറിറ്റി എന്താണ് എന്നൊക്കെ ഈ ഒരു ഓഡിറ്റ് നോട്ട്ബുക്ക് അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് അത് നോക്കുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും എഫിഷ്യൻസിയും എബിലിറ്റിയും സിൻസിയറിറ്റിയും ഒക്കെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നു? ഓഡിറ്റ് നോട്ട്ബുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഇറ്റ് ക്യാൻ സെർവ് ആസ് ആൻ എവിഡൻസ് ഇൻ ദി കോർട്ട് ഓഫ് ലോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഓഡിറ്റ് നോട്ട്ബുക്ക് എന്ന് പറയുന്നത്. കോർട്ട് ഓഫ് ലോയുടെ മുന്നിൽ ഒരു എവിഡൻസ് ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. അതായത് നമ്മുടെ ക്ലയന്റ് ബിസിനസ് പറയാണ് ഈ ഓഡിറ്റർ ഒരു വർക്കും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അയാളുടെ ഡ്യൂട്ടീസ് പെർഫോം ചെയ്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ഓഡിറ്റർക്ക് എന്താ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എവിഡൻസ് ആണ് ഏത്? ഓഡിറ്റ് നോട്ട്ബുക്ക്. നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്, ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് ഇവിടെ കാണിക്കാം. ആ ഒരു ഓഡിറ്റ് നോട്ട്ബുക്ക് ഒരു റെക്കോർഡിക്കൽ എവിഡൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണിക്കാൻ പറ്റുന്നതാണ്. അടുത്ത പറയുന്നു, ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ടു ദി ഓഡിറ്റർ ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻഡ് ഇൻ ഫ്യൂച്ചർ, സ്പെഷ്യലി ഇൻ ദി സബ്സിക്വന്റ് ഓഡിറ്റ് ഓഫ് ദി സെയിം കൺസേൺ. എന്താണ്, നമ്മൾ ഈ സെയിം ബിസിനസ്സിൽ തന്നെ അടുത്ത വർഷവും ഓഡിറ്റിന് ഈ സെയിം ഓഡിറ്റർ ആണ് വരുന്നത് എങ്കിൽ അത് അദ്ദേഹത്തിന് യൂസ് ചെയ്യാമില്ലേ. അതായത് ഇന്ന കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ വർഷത്തിൽ നടന്നത്, അതൊരു ബേസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു റെക്കോർഡായിട്ട് സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വർഷങ്ങളിൽ അല്ലെങ്കിൽ വരാൻ പോകുന്ന വർഷങ്ങളിലൊക്കെ സെയിം കൺസേണിൽ നമ്മൾ വരികയാണെങ്കിൽ നമ്മുടെ ഓഡിറ്റർക്ക് അത് ഹെൽപ്ഫുൾ ആകുന്നതാണ്. അപ്പോൾ എന്താണ്, ഫ്യൂച്ചറിൽ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓഡിറ്ററിന് ഏത് ഹെൽപ്ഫുൾ ആണ്? ഓഡിറ്റ് നോട്ട്ബുക്ക് എന്ന് പറയുന്ന സംഭവം ഹെൽപ്ഫുൾ ആകുന്നുണ്ട്. ഇനി ഏതൊരു സാധനത്തിനും എന്തുണ്ട്? അഡ്വാൻറ്റേജ് പോലെ തന്നെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എന്തൊക്കെയാണ് ഓഡിറ്റ് നോട്ട്ബുക്കിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഡെവലപ്പ് എ ഫോൾട്ട് ഫൈൻഡിങ് ആറ്റിറ്റ്യൂഡ് ഇൻ ദി മൈൻഡ് ഓഫ് ഓഡിറ്റ് സ്റ്റാഫ്. എന്താണ്, ഓഡിറ്റ് സ്റ്റാഫിന്റെ ഇടയിൽ എപ്പോഴും നമ്മുടെ ബിസിനസ് കൺസേണിന്റെ ഫോൾട്ടുകൾ കണ്ടുപിടിക്കുക എന്നുള്ളൊരു ഉദ്ദേശം വരും. ശരിക്കും പറഞ്ഞാൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ബിസിനസ്സിനെ ക്രൂശിക്കാൻ വേണ്ടിയിട്ടുണ്ടായ ഒരു സംഭവമൊന്നും അല്ല. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടാണോ നടക്കുന്നതെന്ന് ചെക്ക് ചെയ്യാനാണ്. അല്ലാതെ ഇന്ന തെറ്റ് ഇവിടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടൊരു ഫോൾട്ട് ഫൈൻഡിങ് മൈൻഡ് അല്ല വരേണ്ടത്. പക്ഷേ ഓഡിറ്റ് നോട്ട്ബുക്കിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറയുന്നത് എന്താണ്, നമ്മുടെ ഓഡിറ്റ് സ്റ്റാഫിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു മൈൻഡ് ക്രിയേറ്റ് ചെയ്യാൻ, ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞത്, ഫൈൻഡിങ് ദ ആറ്റിറ്റ്യൂഡ് ഇൻ ദി മൈൻഡ്സ് ഓഫ് ദി ഓഡിറ്റ് അല്ലെ, ഫോൾട്ട് ഫൈൻഡിങ് ആറ്റിറ്റ്യൂഡ് ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ, ടു മച്ച് റിലയൻസ് ഓൺ ദി ക്ലയന്റ് സ്റ്റാഫ് ഇൻ ഇറ്റ്സ് പ്രിപ്പറേഷൻ. എന്താണ്, നമ്മളൊരു ഓഡിറ്റ് നോട്ട്ബുക്ക് ഓഡിറ്റർ സ്റ്റാഫ് പ്രിപ്പയർ ചെയ്യുന്നത് ആരുടെ സഹായത്തോട് കൂടിയിട്ടാണ്? അവിടെ ടു മച്ച് റിലയൻസ് നമ്മുടെ ക്ലയന്റിന്റെ സ്റ്റാഫിന്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ ക്ലയന്റിന്റെ സ്റ്റാഫ് നമ്മുടെ ലോയൽ അല്ല എങ്കിൽ, അവർ ചെയ്തൊരു തെറ്റ് മറിച്ച് വെക്കാനാണ് നോക്കുന്നത് എങ്കിൽ അവർ അത്രമാത്രം ഹോണസ്റ്റി അവിടെ കാണിക്കത്തുള്ളൂ. അപ്പോൾ ഓഡിറ്റർ അല്ലെങ്കിൽ ഓഡിറ്റിന്റെ സ്റ്റാഫ് ആരെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ റിലേ ചെയ്തിരിക്കുന്നത്? ക്ലയന്റ് സ്റ്റാഫിനെയാണ്. അത് ചിലപ്പം തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വൺ പറയുന്നു, ഓഫൻ ഇറ്റ് ക്രിയേറ്റ് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ബിറ്റ്വീൻ ദ ക്ലയന്റ് സ്റ്റാഫ് ആൻഡ് ഓഡിറ്റ് സ്റ്റാഫ്. ചില സമയത്ത് ക്ലയന്റ് സ്റ്റാഫും ഓഡിറ്റ് സ്റ്റാഫും തമ്മിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു അല്ലേ, ക്രിയേറ്റ് ആവുന്നു. കാരണം നമ്മുടെ ക്ലയന്റ് സ്റ്റാഫ് ചെയ്ത വർക്കുകളെയാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു ഫോൾട്ട് ഫൈൻഡ് മൈൻഡോടുകൂടി നോക്കി കാണുന്നത്. അപ്പോൾ ഓഡിറ്റ് സ്റ്റാഫും ക്ലയന്റ് സ്റ്റാഫും തമ്മിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് അവിടെ എറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. ഇത്രയാണ് നമ്മുടെ ഓഡിറ്റ് നോട്ട്ബുക്കിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.